തെരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രം അവശേഷിക്കുക ഒരു പുതിയ സർവേ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഫെഡറൽ പുതിയ തലമുറ ആപ്റ്റ് 2024 നടത്തിയ ഒരു സർവേ. ആ സർവേ അവർ നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് ശക്തമായി ഭരിക്കുന്ന 135 സീറ്റുകളുടെ ബലത്താൽ കോൺഗ്രസ് ഭരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ കർണാടകത്തിലും ഒപ്പം തന്നെ അജയ്യനായി തുടരുന്ന ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ ഒഡീഷയിലും നടത്തിയ 2 സർവേ ഫലങ്ങളാണ്. ആ സർവേ ഫലങ്ങൾ നൽകുന്ന സൂചന കർണാടകയിലെ 28 സീറ്റുകളിൽ 26 എണ്ണവും BJP നേടും എന്ന് തന്നെയാണ് ആ സർവേയിൽ പറയുന്നത്. BJPക്ക് 57.27% വോട്ട് വിഹിതം വർദ്ധിക്കും എന്നുകൂടി പറയുന്നുണ്ട്. ഇവിടെ അവർ പറയുന്ന കാരണമായി പറയുന്നത് ഈ JDS, അതായത് കുമാരസ്വാമിയുടെ പാർട്ടി കൂടി BJPയുടെ ഒപ്പം ഘടകകക്ഷിയായി ചേർന്നതുകൊണ്ടാണ് 26 സീറ്റിലേക്ക് BJP പോകുന്നു. 57.27% വോട്ട് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സീറ്റിൻ്റെ എണ്ണം ഇനിയും വർദ്ധിച്ചേക്കാം ഇവരുടെ കണക്ക് പ്രകാരം. അതായത് ടോട്ടൽ സർവേയിൽ 68% പേരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. 32% പേർ രാഹുൽ ഗാന്ധി വരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഒഡീഷയിലേക്ക് വരുമ്പോഴാണ് വലിയ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. ആകെ 21 ലോക്സഭാ സീറ്റുകളാണ് ഒഡീഷയിലുള്ളത്. അതിൽ 20ഉം BJP നേടും എന്ന് തന്നെയാണ് ഈ ഫെഡറൽ പുതിയ തലമുറ ആപ്റ്റ് 224ൻ്റെ പുതിയ സർവേ പറയുന്നത്. അതിലവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം BJP 16% വോട്ട് ഉയർത്തും എന്നതാണ് പറയുന്നത്. ഒപ്പം തന്നെ അവിടെ കാലാകാലങ്ങളായി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബിജു ജനതാദളില് 42%-ൽ നിന്ന് 19.35% തകർന്നടിയും വോട്ടിംഗ് നില എന്നാണ് പറയുന്നത്. ഏതായാലും കോൺഗ്രസിന് അവിടെ സീറ്റൊന്നും പറയുന്നില്ല, വട്ടപൂജ്യം തന്നെയാണ് ഈ സർവേയിൽ പറയുന്നത്. ഈ രണ്ടിടത്തും BJPക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കാരണം 21 സീറ്റുള്ള ഒഡീഷയിൽ 20 സീറ്റും നേടുമെന്ന് ഈ സർവേ പറയുന്നു. കർണാടകത്തിലും 28-ൽ 26 നേടുമെന്നും പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.